ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ കൃഷിസ്ഥലമെല്ലാം ഒരുക്കുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അതെല്ലാവരും ഒന്ന് കയറി കാണണേ. അതിന് ശേഷം നമ്മുടെ സ്ഥലമെല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്ത് പുല്ലൊക്കെ ചെത്തി കളഞ്ഞ് ഇവിടെ എല്ലാം വൃത്തിയാക്കി പുല്ലൊക്കെ തീയിട്ട് കളഞ്ഞു. ഇവിടെ എല്ലാം ഞാൻ അടുക്കിപ്പെറുക്കിയെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറി തൈകളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം നമ്മളിപ്പം നന്നാക്കി വെച്ചു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു എൻ്റെ ഗാർഡൻ. ഞാനിപ്പോൾ അത് ബാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൈനീസ് ബോൾസും ഒക്കെ ഞാൻ താത്തു വെച്ചു. ചട്ടിക്കകത്തിരുന്നത് അതെല്ലാം ഞാൻ താഴെ നട്ടു. അതുകൊണ്ടോ എല്ലാം താഴെ നട്ടു. നിറച്ച് ഫ്ലവറിങ് ആണിപ്പം. ഒരുപാട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. കുറച്ച് പൊട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. കുറ്റിക്കുരുമുളക് എൻ്റെ കളക്ഷൻ ഇതെല്ലാം. കമേലിയ പ്ലാന്റാണ്, ഫ്ലവറിങ് ആയിട്ടില്ല ഇതുവരെ. നമ്മുടെ ബ്ലാക്ക് മൂൺ, നിത്യവല്ലിയാണ് ബ്ലാക്ക് മൂൺ. ഞാൻ നല്ല ഇനം പപ്പായ സീഡ് കൊണ്ടുവന്ന് പാകി നിർത്തിയേക്കുക. നമുക്ക് കൃഷിയായിട്ട് ചെയ്യണമെന്നുണ്ട്, പിന്നെ നമുക്ക് സെയിലുമാണ് ഉദ്ദേശിക്കുന്നത്. ഒക്കെ നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, പൊട്ടറ്റോ ചാഞ്ഞും ചരിഞ്ഞും കിടക്കുന്നു. ഞാൻ അപ്പം ഇവിടെ നനയ്ക്കാനായിട്ടേ വാട്ടറിങ് കഴിഞ്ഞതേ ഉള്ളൂ. നനയ്ക്കാനായിട്ട് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞു പോയതാണ്. നമ്മുടെ നീല തെറ്റിയാണ്, നീലത്തെറ്റി. ഇത് തായ്ലൻഡ് ചാമ്പുകൾ വെറൈറ്റിയാണ് ഇതൊക്കെ. ഇത് വെരിഗേറ്റഡ്, ഇത് സാധാ സപ്പോട്ട, ഇത് ബനാന സപ്പോട്ട, ഇത് അനാറ്, നമ്മുടെ ബേറാപ്പിളാണ്. ഇത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുക. അതൊക്കെ ഇനി ഫ്ലവറിങ് ആകണം. അതുകൊണ്ട് വെയിൽ കൊണ്ടപ്പോൾ എല്ലാം എൻ്റെ മക്കളെല്ലാം ഫ്ലവറിങ്ങൊക്കെ ആയി തുടങ്ങി. വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുമായിരുന്നു, അവിടെ ഷെയ്ഡായിരുന്നു, വെയിലില്ലായിരുന്നു. എന്താ ഇതൊക്കെ നമ്മൾ എയർ ലെയർ ചെയ്തെടുത്തതാണ് ഞാൻ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലൊരു പേര നിപ്പുണ്ടല്ലോ, വെരിഗേറ്റഡ്. ആ വെരിഗേറ്റഡിൻ്റെ ഈ പച്ചയാണിത്. ഇത് വെരിഗേറ്റഡ് ലീഫ്. ആ ലീഫൊക്കെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള പേരയ്ക്ക വിളഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തന്നെ ഒരു കമ്പും കൂടെ ഞാൻ എടുത്തതാണ്. ഇതിലൊക്കെ കായകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നോനി പ്ലാന്റാണേ. ഇത് ചൈനീസ് ഓറഞ്ചിൻ്റെ കളക്ഷനാണ്. ഇതെല്ലാം ബുഷ് ഓറഞ്ച് എന്ന് പറയത്തില്ലേ, പൂക്കൾ ഒക്കെ കായ്കളായിക്കൊണ്ടിരിക്കുന്നു. ചൂട് കാരണം കുറച്ച് കായ്കളൊക്കെ കൊഴിഞ്ഞു പോയി. എനിക്ക് 2 ദിവസം ഇവിടെ വെള്ളം കൊടുക്കാനൊന്നും പറ്റിയില്ല. ഇത് നമ്മുടെ അവക്കാഡോ. നമ്മുടെ കീടങ്ങളൊക്കെ ഓടിക്കാൻ മാരിഗോൾഡ് ഇടയ്ക്ക് വെച്ചതാണ്. ഇത് അനാറ്, നമ്മുടെ ബറാബ, നമ്മുടെ മുരായാണ്, സാധാ ചെടിയാണ്. അതിൻ്റെ തന്നെ വെരിഗേറ്റഡും പിന്നെ മിനിയേച്ചറും ഇരിപ്പുണ്ട് ഇവിടെ കേട്ടോ. ഇതാ മിനിയേച്ചറാണിത്. അപ്പോൾ ഫ്ലവറായി തുടങ്ങി. തായ്ലൻഡ് ചാമ്പ്, ഇത് ഉമ്മറിയാമ്പ,
വെൽഹാരി, ഇതൊക്കെ ജബോട്ടിക്കാബയാണേ. ജബോട്ടിക്കാബ മരമുന്തിരി നമുക്ക് 3 വെറൈറ്റി ഉണ്ട്. ഇത് ഞാവലാണ്. ഇത് തെച്ചുകളുടെ ഒരു ശേഖരം. ഇത് വയലറ്റ് പേര, ഇത് കിലോ പേര, ഫ്ലവറിങ് ആകുന്നു. ഇത് മുന്തിരിപ്പേര, ഇത് നമ്മുടെ മുരായ മിനിയേച്ചർ. അതുകൊണ്ട് ബഡ്സ് വന്നു തുടങ്ങി. ബഡ്സ് എപ്പോഴും വരും. കൊഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ബഡ്സ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വാട്ടർ പ്ലാന്റ് എല്ലാം തണലത്തിരുന്ന് നാശപ്പെട്ടു പോയി. ഞാനിപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വിറക് കിടന്നിടമാണേ. വിറകുമൊക്കെ കിടന്ന് കച്ചട എല്ലാം കിടന്ന് നാശപ്പെട്ട സ്ഥലമാണ്. ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തു. എല്ലാം ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ ചെത്തി വാരി വൃത്തിയാക്കി എല്ലാം എടുത്തതാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ വീഡിയോയിൽ ഇവിടെ എല്ലാം വിറകുകളിങ്ങനെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ മാറ്റിയതാണ്. ഇവിടെ മൊത്തം ഞാൻ വൃത്തിയാക്കി എൻ്റെ ഗാർഡൻ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. പടച്ചവനും ഞാനിവിടെ ഇതെല്ലാം ചെയ്ത്. എൻ്റെ കൂടെ പടച്ചവൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കുറേ ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്തായാലും മാഷാ അല്ലാഹ് എല്ലാ പരിപാടിയും ഒതുക്കി ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് കൈക്കും കാലിനെല്ലാം നല്ല വേദനയുണ്ട്. ഒക്കെ അങ്ങ് മാറും. നമുക്കിതെല്ലാം നന്നായി നിൽക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ അസുഖങ്ങളും വേദനകളൊക്കെ അങ്ങ് പമ്പ കിടക്കും. ഇത് ഞാനിപ്പോൾ പ്രൂൺ ചെയ്തതാണ്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ. ഇതൊക്കെ തണലത്തിരുന്ന് നാശപ്പെട്ട് പോയി. ലീഫൊക്കെ കണ്ടില്ലേ വല്ലാണ്ടായി. ഇനിയിപ്പോൾ ഞാൻ വളം കൊടുത്തിരിക്കുകയാണ്. ഇതാ പ്രൂൺ ചെയ്തിട്ടിരിക്കുക. കുറേ ലീഫെല്ലാം പോയി. ഇതൊക്കെ നമ്മുടെ സീഡിനകത്ത് ഞാൻ പാകിയിരുന്നതാണ്. അമരപ്പയറിൻ്റെ വിത്തുകൾ പാകിയിരുന്നത്. ഇപ്പോൾ കുറച്ചെല്ലാം ഇവിടോട്ട് പറിച്ച് നട്ടിട്ടുണ്ട്. ഇനി ഇവർക്കെല്ലാം പൊത കൊടുക്കണം. അല്ലെങ്കിൽ ചൂട് ഇവർക്ക് താങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇത് പിന്നെ ഞാൻ ഒരു കുഴി ഫില്ല് ചെയ്തെടുത്തതാണ്. കരിയിലയും ഇതുമെല്ലാമായിട്ട് ഫില്ല് ചെയ്ത്. ഇവിടെ ഞാൻ കപ്പ നടാനായിട്ടാണ്. അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പം നനച്ചിട്ടിരിക്കുക. കുറച്ച് മണ്ണ് കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് വേണം. ഇവിടെ എല്ലാം വിറകിരുന്നിടവാണ്. വിറകായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റി ക്ലീൻ ചെയ്ത്. പിന്നെയും കരിയിലൊക്കെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പുറത്തുകാരുടെ ഒക്കെ സ്ഥലത്ത് നിന്ന് മരങ്ങളുണ്ടല്ലോ, അതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ ഈ പണികളെല്ലാം ഒതുക്കിയിട്ട് ഞാനിവിടെ എല്ലാം നനച്ച്. പിന്നെ കുറേ പണിയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ ഹോസൊക്കെ വലിച്ചൊക്കെ ഇട്ടുതരാൻ നമ്മൾ ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. നമ്മൾ ഇത്രയെല്ലാം പണികളൊക്കെ ചെയ്തു. എല്ലാം റെഡിയാക്കി നേരെയാക്കി. എന്നിട്ടും കുറേയൊക്കെ സാധനങ്ങൾ അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ ചെടികളൊക്കെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പീസ് ലില്ലി എല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി. ഇത് ഞാനൊരു ഹൈബ്രിഡ് കവുങ്ങാണേ. ഹൈറ്റ് വെക്കാത്ത കവുങ്ങ് ഞാനൊരു പോട്ടിനകത്ത് വെച്ചിരുന്നതാണ്. അതൊക്കെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പിച്ചിങ്ങിലിരുന്നതാണ്. ആ പിച്ചിങ്ങിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരാൻ കുറേ പ്രയാസപ്പെട്ടു. ഞാൻ ഉരുട്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. നെല്ലി കുറേ പാടുപെട്ടു. എന്നാലും എല്ലാ സാധനങ്ങളും ഇപ്പുറത്താക്കി ഞാൻ. ഇത് കണ്ടോ, ഇവിടെ ഗ്യാപ്പ് കുറവായി. ഉള്ള ഗ്യാപ്പിൽ കൂടെയാണ് ഞാനിതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് വന്നത്. കുറച്ച് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് കുറച്ചൊക്കെ ഞാൻ ഉരുട്ടിക്കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മുടെ പീസ് ലില്ലിയുടെ ഒക്കെ കളക്ഷനാണ്. സ്പാത്തിഫില്ലും പീസ് ലില്ലിയും. അതങ്ങനെ നമ്മുടെ കഷ്ടപ്പാടിനൊരു വിരാമമായി. അപ്പോൾ ഞാനൊന്ന് എയർ ലെയർ ചെയ്ത് നോക്കിയതാണ്. വേറെ റൂട്ടിങ്ങൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. സക്സസ് ആകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കൊരു പ്രചോദനം. നമ്മളൊരുപാട് കഷ്ടപ്പെടുന്നു. നമുക്ക് വീടില്ലല്ലോ. നമ്മൾ വാടക വീട്ടിൽ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ വീടിൻ്റെ പുറവശത്തോട്ട് ഇത്രയും സാധനങ്ങളൊക്കെ നീക്കി. ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ പ്രയാസപ്പെട്ടത് 2 ദിവസം കൊണ്ട് ഞാൻ ഇതെല്ലാം അവിടുന്ന് റിമൂവ് ചെയ്തെന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സെറ്റാക്കി. ഒരുപാട് ഹാപ്പിയാണ് ഞാൻ കേട്ടോ.